നമസ്കാരം. ഗോവൻ വിശേഷത്തിലേക്ക് സ്വാഗതം. സർക്കാർ പുതിയ ടാക്സി ആപ്പ് പുറത്തിറക്കി. ടാക്സി സേവനങ്ങളെ ഡിജിറ്റലാക്കാൻ ലക്ഷ്യമിട്ട് ഗോവ സർക്കാർ ഗോവ ടാക്സി, ആംചി ടാക്സി എന്ന ടാഗ്ലൈനോടെ ഗോവ ടാക്സി ഡ്രൈവർ ആപ്പ് പുറത്തിറക്കി. ഈ സംരംഭം യാത്രക്കാർക്ക് സേവനം മെച്ചപ്പെടുത്തും. എന്നാൽ ഇതിനെതിരെ പരമ്പരാഗത ടാക്സി ഡ്രൈവർമാർ എതിർപ്പ് പ്രകടിപ്പിക്കുന്നു. ഓല, ഊബർ പോലുള്ള ദേശീയ അഗ്രിഗേറ്റർമാർക്ക് വഴിയൊരുക്കുമെന്ന് ഭയപ്പെടുന്നു. ആദ്യ 500 ഡ്രൈവർമാർക്ക് 50 റൈഡുകൾ പൂർത്തിയാക്കിയാൽ 25 ലിറ്റർ സൗജന്യ ഇന്ധനം വാഗ്ദാനം ചെയ്യുന്നു. 1364 എന്ന ഹെൽപ്പ് ലൈൻ നമ്പർ ഡ്രൈവർമാർക്കായി ലഭ്യമാണ്. ഡ്രാഫ്റ്റ് അഗ്രിഗേറ്റർ ഗൈഡ് ലൈൻസിനെതിരെ 1000-ലധികം എതിർപ്പുകൾ രേഖപ്പെടുത്തി. അംതാനെ, അഞ്ജനേം ഡാമുകളിലെ കുറഞ്ഞ ജലനിരപ്പ് ആശങ്ക ഉയർത്തുന്നു. ഗോവയിലെ സെലോലിം ഡാം പൂർണ്ണശേഷിയിൽ നിറഞ്ഞു ഒഴുകി തുടങ്ങിയെങ്കിലും അംതാനെ, അഞ്ജനേം ഡാമുകളിലെ കുറഞ്ഞ ജലനിരപ്പ് ആശങ്കയുണ്ടാക്കുന്നു. അംതാനെ ഡാം 11% ശേഷിയിലും അഞ്ജനേം 23% ശേഷിയിലുമാണ്. അംതാനെ ഡാമിന്റെ ഗേറ്റ് റിപ്പയർ ചെയ്യുന്നതിനാൽ ജലപ്രവാഹം നിയന്ത്രിച്ചതാണ് കാരണമെന്ന് ജലവിഭവ വകുപ്പ് വ്യക്തമാക്കി. അഞ്ജനേം ഡാമിന്റെ കുറഞ്ഞ ജലനിരപ്പ് മഴയുടെ അഭാവമാണ് കാരണം. അംതാനെ ഡാം ബാർദേസ്, പെർനേം പ്രദേശങ്ങളിലേക്കും അഞ്ജനേം ഡാം സത്താരി, ബീച്ചോളിം ഭാഗങ്ങളിലേക്കും ജലം നൽകുന്നു. ലോകായുക്ത പ്രവർത്തനരഹിതം. 20 കേസുകളിൽ നീതി വൈകുന്നു. ഗോവ ലോകായുക്ത 6 മാസമായി പ്രവർത്തനരഹിതമാണ്. 20 അഴിമതി കേസുകൾ തീർപ്പാക്കാതെ കിടക്കുന്നു. ജസ്റ്റിസ് അംബദാസ് ജോഷിയുടെ കാലാവധി 2024 ഡിസംബറിൽ അവസാനിച്ചതിന് ശേഷം പുതിയ ലോകായുക്തയെ നിയമിച്ചിട്ടില്ല. വിജിലൻസ് വകുപ്പ് ഫെബ്രുവരിയിൽ പുതിയ ലോകായുക്തയെ തിരഞ്ഞെടുക്കാൻ നിർദ്ദേശിച്ചെങ്കിലും സർക്കാർ നടപടിയെടുത്തിട്ടില്ല. മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഉൾപ്പെടുന്ന 3-അംഗ സമിതി നിയമനം അന്തിമമാക്കേണ്ടതുണ്ട്. അനധികൃത നിർമ്മാണങ്ങൾ, അനുമതികൾ തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട കേസുകളാണ് കെട്ടിക്കിടക്കുന്നത്. പ്രതിപക്ഷ നേതാവ് യൂറി അലൈമാവോ വിഷയം മുഖ്യമന്ത്രിയോട് ഉന്നയിക്കുമെന്ന് അറിയിച്ചു. കലങ്കുത്ത് മേഖലയിൽ പ്രവർത്തിക്കുന്ന കൈരളി കൾച്ചറൽ അസോസിയേഷന്റെ മലയാളം മിഷൻ പഠന കേന്ദ്രം പ്രവേശനോത്സവം നടത്തുന്നു. ജൂൺ 28 വൈകിട്ട് സാലിഗാവ് പഞ്ചായത്ത് ഹാളിൽ വെച്ച് നടക്കുന്ന കൈരളി കൾച്ചറൽ അസോസിയേഷന്റെ ജനറൽ ബോഡി മീറ്റിംഗിന്റെ ഭാഗമായാണ് പ്രവേശനോത്സവം നടത്തുന്നത്. കൈരളിയുടെ പ്രവർത്തന മേഖലയിൽ താമസിക്കുന്ന മലയാളികൾക്ക് മലയാളം പഠിക്കുവാൻ കേരള ഗവൺമെന്റ് ഒരുക്കിയിരിക്കുന്ന പദ്ധതിയാണ് മലയാളം മിഷൻ. 6 വയസ്സിന് മുകളിൽ പ്രായമുള്ള ആർക്കും മലയാളം പഠിക്കാൻ പേര് നൽകാവുന്നതാണ്. കൈരളി കൾച്ചറൽ അസോസിയേഷന്റെ പഠന കേന്ദ്രത്തിൽ 6 ടീച്ചർമാരും 1 കോർഡിനേറ്ററും കഴിഞ്ഞ 10 വർഷമായി പ്രവർത്തിച്ചു വരികയാണ്. കൈരളി കൾച്ചറൽ അസോസിയേഷന്റെ കീഴിൽ നിലവിൽ 2 പഠന കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. മലയാളം പഠിക്കാൻ താൽപ്പര്യമുള്ളവർ നാളത്തെ പ്രവേശനോത്സവത്തിൽ പങ്കെടുക്കുകയോ കൈരളിയുടെ ഭാരവാഹികളുമായി ബന്ധപ്പെടുകയോ ചെയ്യേണ്ടതാണെന്ന് മലയാളം മിഷൻ കോർഡിനേറ്റർ ശ്രീ മനോജൻ AK അറിയിച്ചു. ഗോവ യൂണിവേഴ്സിറ്റിക്ക് പുതിയ ഗ്രേഡ്. നാഷണൽ അസസ്മെന്റ് ആൻഡ് അക്രഡിറ്റേഷൻ കൗൺസിൽ ടീം എത്തുന്നു. നാഷണൽ അസസ്മെന്റ് ആൻഡ് അക്രഡിറ്റേഷൻ കൗൺസിൽ ടീം ജൂലൈയിൽ ഗോവ യൂണിവേഴ്സിറ്റിയെ പുതിയ ഗ്രേഡിനായി വിലയിരുത്തും. 2022 മുതൽ 2027 വരെ B++ ഗ്രേഡ് ലഭിച്ച യൂണിവേഴ്സിറ്റി 2014 മുതൽ 2019 A ഗ്രേഡ് നേടിയിരുന്നു. അധ്യാപകരുടെ യോഗ്യത, ജോലി സ്ഥിരത, ഒഴിവുകൾ എന്നിവയെ അടിസ്ഥാനമാക്കിയാണ് NAAC-യുടെ 70% വിലയിരുത്തൽ. 30% വിലയിരുത്തൽ പിയർ ടീമിന്റെ സന്ദർശനത്തെ ആശ്രയിച്ചാണ്. പാഠ്യപദ്ധതി, അധ്യാപന പഠന രീതികൾ, ഗവേഷണം, അടിസ്ഥാന സൗകര്യങ്ങൾ, വിദ്യാർത്ഥി പിന്തുണ, ഭരണം എന്നിവ വിലയിരുത്തപ്പെടും. ഗോവയിൽ ബുദ്ധിപരമായ വൈകല്യമുള്ളവർക്ക് സ്കൂൾ തല സർട്ടിഫിക്കറ്റുകൾ ലഭിക്കും. ഗോവ സർക്കാർ ബുദ്ധിപരമായ വൈകല്യമുള്ളവർക്ക് തൊഴിൽ ലഭ്യമാക്കുന്നതിനായി HSSC, SSC തുല്യ സർട്ടിഫിക്കറ്റുകൾ നൽകുന്നതിനുള്ള നയം രൂപീകരിക്കുന്നു. പരിശീലനവും സർട്ടിഫിക്കേഷനും നൽകുന്നത് വികലാംഗർക്കായുള്ള 4% സംവരണ കോട്ടയിൽ സർക്കാർ ജോലികൾക്ക് യോഗ്യത നേടാൻ സഹായിക്കുമെന്ന് മുഖ്യമന്ത്രി പ്രമോദ് സാവന്ത് പറഞ്ഞു. ഈ നയം നടപ്പിലാക്കുന്നതിന് മുമ്പ് ഗോവ വിദ്യാഭ്യാസ ബോർഡ്, വിദ്യാഭ്യാസ ഡയറക്ടറേറ്റ്, NGO-കൾ, നയരൂപീകരണ വിദഗ്ധർ എന്നിവരുമായി ചർച്ച നടത്തും. 2025 ഒക്ടോബർ 9 മുതൽ 12 വരെ നടക്കുന്ന പർപ്പിൾ ഫെസ്റ്റ് ഈ നയരൂപീകരണത്തിന് വേദിയാകും. വികലാംഗരുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്ന വകുപ്പ് ഗോവയിലെ വികലാംഗരുടെ സർവേ ആരംഭിച്ചു. ഇതിൽ വാർദ്ധക്യ സംബന്ധമായ രോഗങ്ങളും ഉൾപ്പെടുത്തും. എല്ലാ ഫെറികൾക്കും സാധുവായ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റുകൾ ഉണ്ടെന്ന് ഫാൽദേശായി. ഗോവയിലെ കുംബർജുവ കനാലിൽ ഫെറി ബോട്ട് തകരാറിലായ വീഡിയോ വ്യാപകമായി പ്രചരിച്ചതിന് പിന്നാലെ നാവിഗേഷൻ മന്ത്രി സുഭാഷ് ഫാൽദേശായി ശക്തമായ മൺസൂൺ പ്രവാഹങ്ങളെയും ചുഴലിക്കാറ്റിനെയും കുറ്റപ്പെടുത്തി. എഞ്ചിൻ അമിതമായി ചൂടായതിനാൽ ഫെറി ഒഴുകി നീങ്ങി 10 മിനിറ്റിനുള്ളിൽ എഞ്ചിൻ വീണ്ടും പ്രവർത്തനക്ഷമമായി.
അപകട സാധ്യത ഇല്ലായിരുന്നുവെന്നും ബാർജുമായി കൂട്ടിയിടിക്കാൻ സാധ്യത ഉണ്ടായിരുന്നെങ്കിലും ഒന്നും സംഭവിച്ചില്ലെന്നും മന്ത്രി പറഞ്ഞു. എല്ലാ ഫെറികൾക്കും ക്യാപ്റ്റൻ ഓഫ് പോർട്സ് നൽകുന്ന ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റുകൾ ഉണ്ടെന്നും 15 വർഷം പൂർത്തിയാകുമ്പോൾ ഘടനാപരമായ സുരക്ഷാ പരിശോധനയും എഞ്ചിൻ ടെസ്റ്റുകളും നടത്തുന്നുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഗോവ മെഡിക്കൽ കോളേജിൽ ഇന്ന് പുലർച്ചെ പെട്ടെന്നുണ്ടായ വൈദ്യുതി മുടക്കം കാരണം ആശുപത്രി ഇരുട്ടിലായി. ഇതേ തുടർന്ന് ആളുകൾക്ക് കോറിഡോറുകളിലും വാർഡുകളിലും സഞ്ചരിക്കാൻ മൊബൈൽ ഫോണുകളിലെ ഫ്ലാഷ് ലൈറ്റുകൾ ഉപയോഗിക്കേണ്ടി വന്നു. വൈദ്യുതി മുടക്കത്തിന്റെ കാരണം ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഗോവൻ വിശേഷത്തിന്റെ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ ദിവസവും വാർത്തകൾക്കായി ഫോളോ ചെയ്യണമെന്നും വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു.